hit it. Ta ta hin hin ta 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 hin hin hin. വീണ്ടും കലയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. കലോത്സവങ്ങളെപ്പറ്റി ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്ര വലിയ ആഘോഷമാക്കുന്നത്? ഇത് കുറേ കുട്ടികൾ വന്ന് പ്രകടിപ്പിച്ചു പോകുന്ന ഒരു വേദി, അതിനപ്പുറം ഇതിന് എന്തിനാണ് ഇത്ര ആഘോഷത്തിന്? പക്ഷേ ചില അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ കഥകൾ കൂടി പറയുമ്പോൾ അതൊരു ഉത്സവത്തിൻ്റെ വേദിയിലാവുമ്പോൾ അതിന് സന്തോഷം കൂടുമല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു കഥയിലേക്കാണ് വരുന്നത്. കഴിഞ്ഞ വർഷം മാതൃഭൂമി ന്യൂസ് കലോത്സവ വേദിയിൽ നിന്നും ഒരു താരത്തെ കണ്ടെത്തിയിരുന്നു, സ്റ്റാർ ഓഫ് ദി ഡേ ഷിഫ്ന ഇത്തവണയും എത്തിയിട്ടുണ്ട്. ഷിഫ്ന അന്ധയാണ്. കലോത്സവ വേദിയെ മുഴുവൻ കയ്യിലെടുത്താണ് മിമിക്രി വേദിയിൽ നിന്ന് ഷിഫ്ന മടങ്ങിയത്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തിയപ്പോൾ മൂത്രവിസർജനം പോലും ശരീരമറിയാത്ത ആരോഗ്യാവസ്ഥയായിരുന്നു ഷിഫ്നയ്ക്ക്. കലോത്സവ നഗരിയിൽ നിന്ന് ഷിഫ്നയെ കണ്ടെത്തിയ മാതൃഭൂമി ന്യൂസ് അന്ന് സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം നൽകി ആദരിച്ചു. സുമനസ്സുകളുടെ സഹായത്താൽ അതിനുശേഷം ഷിഫ്നയ്ക്ക് വിദഗ്ധ ചികിത്സ കിട്ടി. ഇപ്പോൾ ശാരീരിക ആവശ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാനാവില്ല. പഴച്ചാറാണ് 3 നേരവും. ഞാൻ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ്. ആയുർവേദിക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറിൻ്റെ പ്രോബ്ലം ഫുള്ള് ക്ലിയർ ആണ്. പിന്നെ മെഡിസിൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കഥകൾ ഷിഫ്ന ഞങ്ങൾ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഷിഫ്നയ്ക്ക് തീരെ കണ്ണു കാണില്ലെന്ന് മുന്നിലിരിക്കുന്ന ആസ്വാദകർ അറിഞ്ഞിരുന്നില്ല. അവളുടെ അനുകരണത്തിൽ അവർ മതിമറന്നിരുന്നു. ആ കഴിവിൽ വിസ്മയിച്ച് എല്ലാം മറന്നു ചിരിച്ചു. ട്രെയിൻ നമ്പർ 124-26 ചെന്നൈയിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. 14 മണി 15 മിനിറ്റിന് പുറപ്പെടും. ആസ്വാദകരുടെ മനം നിറഞ്ഞ ചിരി കാണാതെ ഷിഫ്ന ഈ കലോത്സവത്തോടും യാത്ര പറഞ്ഞു. ക്യാമറമാൻ പ്രതീഷിനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്. വലിയ മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ കഥകളാണ് ഈ അറക്കലെ മണ്ണിന് പറയാനുള്ളത് എപ്പോഴും. തീർച്ചയായിട്ടും ഒരു നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ പൂർണ്ണമായ ഒരു കൺസെപ്റ്റിന്റെ മിനിയേച്ചർ നമുക്ക് ഈ കലോത്സവ വേദിയിൽ കാണാം. വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ, അതൊന്നും ഒരുപക്ഷെ അല്ലെങ്കിൽ അതൊരു വിഭാഗത്തിന്റെ മാത്രമായി പോകുന്ന ചില കലകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കോൽക്കളിയാവട്ടെ അല്ലെങ്കിൽ ഒപ്പനയാവട്ടെ, അതൊക്കെ ഒരു മതവിഭാഗത്തിന്റെ, അല്ലെങ്കിൽ തിരിച്ച് ഇപ്പുറത്ത് വന്നാൽ തിരുവാതിരക്കളിയോ അല്ലെങ്കിൽ മാർഗം കളിയോ പഞ്ചവാദ്യം ഒക്കെ, ഇതൊക്കെ ഒരു വിഭാഗം ക്ഷേത്രകലയായിട്ട്, ചിലത് മാപ്പിള കലയായിട്ട് മാത്രം നിലനിൽക്കും. പക്ഷേ ഈ കലോത്സവ വേദിയിൽ എത്തുമ്പോൾ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും ഇതിനൊന്നും ഒരു തടസ്സമാവാതെ എല്ലാ കുട്ടികളും ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുന്നു, പഠിക്കുന്നു. അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചകൾ തന്നെയാണ് ഈ കലോത്സവത്തെ വെറും ഒരു മേള അല്ലെങ്കിൽ ഒരു കൗമാര കലാമേള എന്നതിനപ്പുറം മാനവികതയുടെ ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു മഹാസംഭവമാക്കി മാറ്റുന്നത്. അതുതന്നെയാണ് 57ാം വർഷത്തിലെത്തി നിൽക്കുന്ന ഈ കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ചേലെഴും ഫാത്തിമ ബിമംഗലത്തിൻ മഹിമകളോതി ചേർത്തൊരു ഫിറൂദൗസിൻ തളിരായി തളിരത്ത പുതുമങ്ക പുതുക്കത്തിൽ തരുണികൾ തശ്രീഫിൻ മുബാറക്കത്തരുളായി. ഈ തിരുവാതിര ഉണ്ടല്ലോ, വല്ലാത്തൊരു കല തന്നെയാ. അവരുടെ കൈകുട്ടിക്കളിയൊക്കെ എത്ര കണ്ടാലും മതിയാവില്ല. സുന്ദരികളായ പെൺകുട്ടികൾ, അവരുടെ ചിരിയും ഭാവവും. ഇപ്രാവശ്യവും നല്ല മത്സരം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ എന്തിനാ തിരുവാതിരയെ പറ്റി പറയുന്നത് ആലോചിക്കുന്നുണ്ടോ? മാർഗംകളി കണ്ടിട്ടില്ലേ നിങ്ങള്? വിളക്കിന് ചുറ്റും നിന്ന് കളിക്കുന്ന ആ 12 കുട്ടികൾക്കും എന്താ ഊർജം! തോമസ് ലീഹയുടെ ചരിത്രം പറഞ്ഞ് തുള്ളിക്കളിക്കുന്ന ആ കുട്ടികൾക്ക് വേണ്ടി ആരാ കൈയടിക്കാത്തത്? ശരിക്കും അറക്കൽക്കെട്ടിനോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. പക്ഷേ കലോത്സവ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. 9:30 ഏറ്റവും പുതിയ വാർത്തകളുമായി കളിയാട്ടത്തിന്റെ വേദിയിൽ വീണ്ടും കാണാം. കലോത്സവത്തിന്റെ 4ാം ദിനത്തിൽ. നമസ്കാരം.